ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ നാട്ടിൽ നിന്നും കാട്ടിലോട്ടേക്ക് പോവാണ്. അത് വേറെ ആരപ്പോഴല്ല എന്റെ മൂത്തമ്മാന്റെയും മൂത്താപ്പാന്റെ ഒക്കെ കൂടെ. നാട്ടുക്കോ കാട്ടുക്കോ എവിടക്കാ വെച്ചാ ഇറങ്ങിപ്പോന്നാണ് സൈഡിൽ നിന്നും ഉമ്മ പറയുന്നത്. വേറെ എവിടക്കല്ല ഗൈസ്, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഗുണ്ടൽപേട്ടയുള്ള സൺഫ്ലവറും മുന്തിരിത്തോട്ടവും കാണാനായിട്ട് പോവാണ്. ഈ ചെറുക്കൻ വണ്ടി കേറിപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഫുദ്ദേ 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 എന്ന് പറഞ്ഞത്. ഇപ്പൊ സൂര്യകാന്തി മുന്തിരിത്തോട്ടം കാണാൻ വരിക എന്നുള്ള പേരിൽ തിന്നാനാണോ വന്നതെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മുടെ തട്ടത്തിമറയത്തിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആയിഷാനെ കണ്ടാൽ ചുറ്റുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ എന്റെ കാക്കാക്ക് ഫുഡ് കണ്ടാ പിന്നെ ചുറ്റുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങൾ രണ്ടാളും പാടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ഇട്ടപ്പോ കുറെ ആൾക്കാർ വന്നിട്ട് വെച്ചു, ആരാ ലവറാണോ കെട്ടിയവനാണോ നോക്കി. ചങ്ങായിമാരെ ഇതിന്റെ കസിൻ കാക്കയാണ്. ട്രിപ്പാണ് ഞങ്ങളുടെ ഉദ്ദേശമെങ്കിലും ഭക്ഷണം മുഖ്യാണല്ലോ ബിഗിലേ. അപ്പൊ കാട് കയറുന്നതിന് മുന്നേ പള്ള നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കാട്ട് കയറി. ഒരു വൈക്കൊക്കെ പോവാൻ ഇറങ്ങിയ അപ്പൊ എന്നില്ലാത്തൊരു മഴവെയ്ത്താണ്. അങ്ങനെ മഴയൊക്കെ കണ്ട് രണ്ട് സൊറയൊക്കെ പറഞ്ഞ് കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഇടയിൽ കൂടെ കാണുന്ന ആനന്റെയും പോത്തിന്റെയും കുതിരന്റെയും ഒക്കെ കുറ്റവും കുറവും പരദൂഷണവും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി. ആക്ച്വലി ഈ ഒരു റോട്ടിൽ കൂടെയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടം. രസല്ലേ കാട്ടുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. ലൈവായിട്ട് മൃഗങ്ങളെ കാണാ. ഇന്ന് കുറച്ച് മൃഗങ്ങളെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ആന വെള്ളം കുടിക്കാൻ പോണതും കുരങ്ങ് മരത്തുമ്പോ തൂങ്ങണതും കൊമ്പുള്ള മാനും കൊമ്പില്ലാത്ത മാനും പീലി വിടർത്തിയ മയിലും അങ്ങനെ കുറെ കാണലുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചും ഈ ഫോറസ്റ്റ് കിടക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ. രാവിലെ നീച്ചാ കുരങ്ങന്മാര്, ഉച്ചക്ക് നോക്കിയാ കുരങ്ങന്മാര്, രാത്രിയും കുരങ്ങന്മാരെ കണ്ട് 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 ബിൽക്ക് ആകെ അടങ്ങേറ് ഇടിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ ലണ്ടൻ പൊട്ടിക്കാനായിട്ട് ഷെരീഫാക്കി ജീനു ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സമയം പോണത് അറിയത്തേ ഇല്ല. കണ്ട ഒരു ഭീകരനാന്നൊക്കെ തോന്നും, പക്ഷെ പിഞ്ച് മനസ്സാണ് എന്റെ കാക്കാക്ക്. അങ്ങനെ അധികം വൈകാതെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തി ഗൈസ്. ഇതാണ് സൺഫ്ലവർ തോട്ടം. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോ ഇവിടെ കുതിര സവാരി വന്നു, കച്ചവടങ്ങളുടെ എണ്ണം കൂടി. ഫ്രൂട്ട്സ്, കരിമ്പ് ജ്യൂസ്, കുതിര, ആന, വെജിറ്റബിൾസ്, ഐസ്ക്രീം, തൊപ്പി കച്ചവടം, അങ്ങനെ പല പല കച്ചവടങ്ങളും വന്ന്. ഇതിനൊക്കെ ബില് താങ്ക്സ് പറയേണ്ടത് ആരോടാ അറിയോ? നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോട്. കാരണം KSRTC ഉണ്ട് പ്രിയദർശിനി ആക്കിയതോടുകൂടി പടച്ചോനെ കേരളത്തിലെ പെൺസഭ മുഴുവൻ ഇപ്പൊ ഇവിടെയാണ് ഉള്ളത്. പ്രിയദർശിനൊക്കെ വരുന്ന വരവ് കാണണം. ഒരു സൈഡൊക്കെ ചെരിഞ്ഞിട്ടാണ്, അമ്മാതിരി ഉന്തും തിക്കും തിരക്കും. ഇത്രയും കാലം വണ്ടിക്കൂലി പേടിച്ചിട്ട് നമ്മളെ ഉമ്മാരൊക്കെ പെരണ്ടുള്ളൊന്ന് പുറത്തിറങ്ങാത്തത് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഏതായാലും പ്രിയദർശിനി വന്നതോടുകൂടി കർണാടകക്കാർക്ക് നല്ല കച്ചവടം. ഉള്ളിൽ കയറണമെങ്കിൽ ഫ്രീ ഒന്നും അല്ല കേട്ടോ. ഒരാൾക്ക് 25 ഉറുപ്പ്യ വെച്ച് ടിക്കറ്റ് എടുക്കണം. എന്നാലേ പൂക്കളുടെ ഒക്കെ ഉള്ളിൽ കയറി കാണാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ ഉള്ളിൽ കയറി കാണാൻ മാത്രമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഉള്ളിൽ കയറാം, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. സൺഫ്ലവർ ഒക്കെ കുറെ വാടിക്കരിഞ്ഞു പോയിക്കണ്. കുറച്ചുകൂടി നല്ലോണം അങ്ങനെ കുറെ വിരിഞ്ഞിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇതാ നമ്മളെ മഞ്ഞ ഓറഞ്ചും ജമന്തിയും, അപ്പുറത്തെ സൈഡിൽ റോസ് കളർ വാടാമല്ലിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ചുള്ളൂ. ഇത് നല്ലോണം തിങ്ങി നിറയെ ഉണ്ടായിട്ട് ഇങ്ങനെ കുറെ രസമായിട്ട് ഇങ്ങനെ കാണാമാണ്. അപ്പൊ നല്ല അടിപൊളിയായിരിക്കും കാണാന്. പക്ഷെ മൊത്തത്തിൽ ആംബിയൻസ് കൊള്ളാട്ടോ. എല്ലാ വർഷവും ഇത് പൂക്കണ സമയത്ത് ഗുണ്ടൽപേട്ട വന്ന് ഇത് കാണലുണ്ട്. പക്ഷെ എന്നാലും അടുത്ത വർഷം പൂക്കുമ്പോ പിന്നെയും പോകും കാണാം. അത് ഒരു രസം. നമ്മളെല്ലാ കൊല്ലം ഈ ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ. ഇത് നമ്മൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും രസമാണ് റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ. ദൂരത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ വെറും ഓറഞ്ച് മഞ്ഞ കളർ മാത്രം ഇങ്ങനെ കാണുള്ളത്. പൂവാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോ എന്താ ഒരു ഭംഗിന്നറിയോ. ആൻഡ് ഈ ഒരു പൂവിന്റെ കളർ കോമ്പാണ് എനിക്ക് ഇഷ്ടമായത്. ഇത് ഇതിലിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി മഞ്ഞ കളറാണ്. ശരിക്കും ഇത് നല്ല കട്ടി റോസ് കളറായിരുന്നു. പോയി മൊത്തത്തിലൊരു ഊട്ടി വൈബായി ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്ന അറിയോ, പണ്ട് ഊട്ടി പോയപ്പോൾ ഞാനൊരു കുതിരപ്പുറത്ത് കയറിയപ്പോ മാമനോട് ഒരു ചോദ്യം ചോദിച്ചു, ഏതാ ഈ കുതിരപ്പുറത്തൊരു കഴുതാന്ന്. അതോടുകൂടി കുതിരകൾ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല രസമായിട്ട് മല ഇങ്ങനെ കാണാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ. കണ്ടോ, ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ വെറും ഓറഞ്ച് കളർ മാത്രം ഇങ്ങനെ കാണുന്നത്. അവിടെയൊക്കെ ഫുള്ള് പൂക്കൃഷികളാണ്. ഞാൻ പണ്ട് മുതലേ കണ്ട ഡ്രീം നേച്ചർ. ആകാശം, പറവകള്, മല, താഴ്വാരത്ത് പൂന്തോട്ടം. അടിപൊളിയാട്ടോ. പൂന്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ എങ്ങോട്ട് വിടാം? ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മുന്തിരിത്തോട്ടം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാരും അങ്ങോട്ടാ പായണത്. ഞാൻ നോക്കുമ്പോ ഫുള്ള് മലയാളീസ്. അത് മൊത്തത്തിൽ കുറെ കുടുംബശ്രീന്ന് ടൂർ വന്ന ആൾക്കാര്, അല്ലാതെ വന്ന ആൾക്കാര്, പ്രിയദർശിനിയിൽ വന്ന ആൾക്കാർ, അങ്ങനെ നിറയുണ്ട്. അതേപോലെ തന്നെ മുന്തിരിത്തോട്ടം തുടങ്ങിയപ്പോ ഇവിടെയും ഇഷ്ടംപോലെ കടകളും ജ്യൂസ് കടയും ഐസ്ക്രീം കടയും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ ആയിട്ട് കുറെ സ്റ്റാളുകൾ ഇങ്ങനെ വന്നിക്കണ്. സ്റ്റാൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞി ചന്ത പോലെ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ അന്ന് നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. 5 കിലോ തക്കാളിക്ക് എത്ര 50 ഉറുപ്പ്യ അങ്ങനെ എന്തായിരുന്നു. അത് വാങ്ങാനുള്ള കൂട്ടാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കണ്ടത്. പ്രിയദർശിനൊക്കെ ഫ്രീ ആയേക്കുമ്പോ ആൾക്കാർക്ക് തൊട്ടടുത്ത പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ എല്ലാരും കൂടി ഇവിടെ പച്ചക്കറിക്ക് കടന്ന് കച്ചറ ഉണ്ടാക്കുന്നത്. 50 ഉറുപ്പ്യ പച്ചക്കറിയൊക്കെ കച്ചറുണ്ടാക്കി 20 ഉറുപ്പ്യക്ക് വാങ്ങിക്കൊണ്ടുപോകുക. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തുമല് നിറയെ കിളിയാൾ ഇങ്ങനെ കൂട് കൂട്ടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനി മുന്തിരിത്തോട്ടത്തിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു. കാരണം ഞാൻ ഈ സിനിമയിൽ മാത്രമേ മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ദിലീപേട്ടന്റെ ആഗതൻ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷനിലുള്ള അത്രക്ക് ഒരു മുന്തിരിത്തോട്ടം ആയിരുന്നില്ല ഇവിടെ. ഇവിടെയും കയറണമെങ്കിൽ ഒരാൾക്ക് 30 ഉറുപ്പ്യ വെച്ചിട്ട് അന്ന് ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരിയാളൊക്കെ മുക്കാലും കഴിഞ്ഞിരിക്കണ്. വരുന്ന ആൾക്കാർ മുഴുവൻ പറിച്ച് തിന്ന് വിളവെടുക്കാൻ
എടുക്കാനും കാണാനൊന്നും ഇപ്പൊ മുന്തിരി ഇല്ലെങ്കിൽ കണ്ടില്ലേ. ഒരു കൊലമ്പല് ഇച്ചിരി മുന്തിരി, ബാക്കി മുഴുവനും തിന്നിട്ടിക്കുകയാണ്. നിലത്താണെങ്കിൽ മുന്തിരിന്റെ തോലും കുരും ഫുള്ള്. ഇതങ്ങനെ ഒരു ഏക്കർ കണക്കിനൊന്നുമില്ല, ജസ്റ്റ് ഒരു 30-40 സെന്റിലൊക്കെ വരുന്ന പോലത്തെ ചെറിയൊരു തോട്ടം. പക്ഷെ ഞാൻ പറയുമ്പോണ്ടല്ലോ, ഇതുവരെ മര്യാദക്ക് ഉണ്ടാക്കി വിളവെടുത്തിനെങ്കിൽ ഇത്ര പൈസ വിലക്ക് കിട്ടൂലേനു. ഇതിപ്പോ എത്രങ്ങാനും ആൾക്കാരാന്നറിയോ ഓരോ ദിവസം തോട്ടം കാണാനായിട്ട് വരുന്നത്. തോട്ടം കാണാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് മാങ്ങുന്നതിനൊക്കെ എല്ലാം കൂടി. ഇതിന്റെ ഉള്ളില് ഒരു ചെങ്ങായി, ഒന്നല്ല ഒരു 2-3 ചെങ്ങായിമാര് മുന്തിരി പറിക്കരുത് എന്ന് പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അത് കേട്ടിട്ടും മുമ്പ് കൂടെ ചെങ്ങായി നടന്നു പോയിട്ടും ഒരു കൊല മുന്തിരി പറിക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. മുന്തിരി ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ചിങ്ങനെ പറിച്ച് തിന്നപ്പോ നല്ല മധുരം ഉണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, തേരാ പാര നടക്കുമ്പോ തിന്നു മുന്തിരി ഇങ്ങനെ പറിച്ചിട്ട്. അല്ല പിന്നെ കൊടുത്ത് കയറിയ പൈസ നമ്മൾ മുതലാക്കണ്ടേ അല്ലേ? അത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തുനിന്ന് നമുക്ക് മുന്തിരി വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പൊ ഏതായാലും മുന്തിരിത്തോട്ടം കണ്ടില്ല എന്നുള്ള പരാതി അങ്ങോട്ട് മാറിക്കിട്ടി. പക്ഷെ എന്റെ എക്സ്പെക്ടേഷനിലെ മുന്തിരിത്തോട്ടം അങ്ങനെയല്ല. നല്ല കൊലകൊലേനെ തൂങ്ങി നിൽക്കുന്ന മുന്തിരി, നമ്മൾ എന്നിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് കുറെ പോയി. കൂടെ വന്നോലൊക്കെ ഇതാ ഇഷ്ടംമാരി പറിച്ച് കയ്യിൽ വെച്ചിക്കണം. വണ്ടി പോകുമ്പോ തിന്നാനായിട്ട് ഇനി പ്രത്യേകിച്ച് മുന്തിരി വേറെ വാങ്ങേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഞാൻ വിചാരിച്ചാൽ ഞങ്ങൾ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാണ്. ഒരു താത്തയും വല്യമ്മയുണ്ട് പറിച്ചിട്ട് ബാഗിലും കവറിലൊക്കെ ഇട്ടിട്ട് കുത്തി തിരികെയൊക്കെ കൊണ്ടുപോകണം. ഇത് കാണുമ്പോ അവിടെ ഒരു ചങ്ങായി ഇങ്ങനെ മുന്തിരി പറിക്കരുത് താത്ത, മുന്തിരി പറിക്കരുത്, അതിങ്ങനെ പറഞ്ഞെടുക്കുക പാവം. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു, അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോയി രസമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ വരാം, അത്രക്കേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ മറ്റേ അനൗൺസ് ചെയ്തിട്ട് മുന്തിരി പറിക്കരുത് പറഞ്ഞ് നടക്കണ കാക്ക, മൂപ്പരെ കണ്ടില്ലേ, കണ്ടോളി. മൂപ്പര് ഇങ്ങനെ പറഞ്ഞിട്ട് പാവം ഈ തലക്കുന്ന ആ തലക്ക വരെ നടക്കും. അത് കേൾക്കുമ്പോ ആൾക്കാർ ഒന്നും കൂടി പറിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, മൂപ്പര് അത്രയും പറഞ്ഞാൽ മുമ്പ് കൂടെ നടക്കുമ്പോ ഇവനെ പറിച്ച് തിന്നണോ പോരായിട്ട് വാണോന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അന്തസ്സായിട്ട് മൂപ്പര് പറയുന്നുണ്ട് വേണ്ട. എന്താലേ, ഞാൻ ആദ്യം ഒന്നും പറിച്ചില്ല. ഞാൻ വിചാരിച്ചതീം അങ്ങനെ ഉണ്ടായി നിൽക്കണ മുന്തിരില്ലേ നല്ല പുളിയായിരിക്കുന്നേ. പിന്നെ ഞാനിങ്ങനെ മെല്ലെ പറിച്ചിട്ട് തിന്നോക്കി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കറക്റ്റ് ബലിയും ആ ചങ്ങായിന്റെ ഒക്കെ മുന്നിൽ പോയി പെടുകയും ചെയ്ത്. അയാൾ ചിരിച്ചോണ്ട് പോയി. ഞാൻ തിരിച്ചും ചിരിച്ചോണ്ട് കാണിച്ചു. അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിട്ടൊരു പ്രത്യേക ത്വരയാണല്ലോ നമുക്ക്. പിന്നെ അതിന്റെ സൈഡിൽ ഒരു റിസോർട്ട് ഉണ്ട്. അവിടെ ഇതുപോലെ നല്ല രസമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗുണ്ടൽപേട്ട വിശേഷങ്ങൾ. അപ്പോൾ പോയവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.